ഹായ് ഓൾ, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക്. മുട്ട വെച്ചിട്ട് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും മുട്ട കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അത് വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പോട്ടിലേക്ക് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. ഉപ്പ് ഇട്ടിട്ട് സവാള അടച്ചു വെക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ സവാളൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ്, മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചാറ്റ് മസാല, ചിക്കൻ മസാല, മുളക് പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിട്ടിട്ട് അതിൻ്റെ പച്ചക്കത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി അതിൻ്റെ പൽപ്പൊക്കെ കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത് രണ്ടും ഒരു ഹാഫ് കുക്കാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മസാല റെഡിയായി. ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഉപ്പെല്ലാം കറക്റ്റ് തന്നെയാണ് നോക്കിയിട്ട് മസാല അടച്ചു വെക്കുക കേട്ടോ. അങ്ങനെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട ഇതുപോലെ ബോയിൽ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത മാവ് അധികം ലൂസും അധികം ടൈറ്റും അല്ലാത്ത ഈ ഒരു നമ്മളെ ദോശ മാവെല്ലാം പോലെ ഒരു പരുവത്തിൽ വേണം. നമുക്ക് ദോശ എന്നാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കുക. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കല്ലിൽ ചൂടാൻ ശേഷം വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ദോശയാണ്. നമ്മൾ മാവിൽ മുട്ട ചേർത്തത് കൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് കല്ലിന്ന് ഇളകി വരും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് ഓരോ ദോശയും ചുട്ടെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ദോശ പെട്ടെന്ന് കുക്കായിട്ട് വരും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിവിടെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു ദോശ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് മസാല വെച്ചെടുക്കുക കേട്ടോ. ഓരോരാൾക്ക് കൂടുതൽ മസാല ഇഷ്ടമായിരിക്കും, ഓരോരാൾക്ക് കുറവ് മസാല ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാല വെച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ട വെച്ചെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബോക്സ് മോഡലിൽ മടക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയാൽ നമ്മളെ സ്നാക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനെല്ലാം മസാലയും മുട്ടയും വെച്ചിട്ട് ഇതുപോലെ ഒരു ബോക്സ് മോഡലിൽ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു പോട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്നില്ലേ, ഒരു സൈഡായിട്ടാകുമ്പോൾ മറ്റേ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നില്ല, അതുപോലെ ഈ ഓരോ ബോക്സും വെച്ച് കൊടുത്തിട്ട് ഓരോ സൈഡും ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മസാലയും എഗ്ഗും അതുപോലെ തന്നെ നമ്മളെ ദോശ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തല്ലോ. അപ്പോൾ എല്ലാം കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.